യോ ഗായ്സ്, ഞങ്ങൾ ഇതാ എയർബിഎൻബി റൂമിൽ എൻട്രി കൊടുത്തിരിക്കുകയാണ്. ഇത് റൂമിൻ്റെ കോലവും കാലഘട്ടമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എൻട്രി വരുന്നത്. ഓക്കെ, ഞാൻ എൻട്രി വരുന്നത്. 2 റൂമുണ്ട്. ആർക്ക് ഏത് റൂം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പം തർക്കത്തിലാണ്. ആ സ്വിച്ച് വരുന്നത് കണ്ടില്ലേ ഗായ്സ്, സെമി ഫർണിഷ്ഡാണ്. പിന്നെ എയർബിഎൻബി അറിയാലോ, നമുക്കുള്ള കെറ്റിലടക്കം കാര്യങ്ങളൊക്കെ വരും. എയർബിഎൻബി എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. അവിടെയൊക്കെ കാണിച്ചത് ഇവിടെ പണിയെടുക്കാൻ വന്ന ആൾ തന്നെ ജോഷിയാണ്. കണ്ട, ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ആവാം. ഇതിന് എത്ര റെൻറ്റ്? അനുവേടോ ഇതിന് എത്ര റെൻറ്റ് വരുന്നത്? 7 രൂപ 6 ദിവസത്തേക്കിന് ഗൈസ്. ഇതാണ് ഒന്ന് ബാൽക്കണി ഗൈസ്. കുഴപ്പമില്ല കേട്ടോ, അടിപൊളി ബാൽക്കണി. എനിക്ക് ഇഷ്ടമായി ബാൽക്കണി, ക്രഷായി ഗൈസ്. കൊള്ളാം കേട്ടോ. ഓവറോൾ വാല്യൂ ഫോർ മണിയാന്ന് വെച്ചാൽ ഡബിള്. കാരണം ഇത്രയും നമ്മൾ 2 റൂമൊക്കെ മാറി മാറി നിൽക്കുമായിരുന്നു. വാഷ്റൂം കാണിച്ചുതരാം. വാഷ്റൂം ഗൈസ്, A ക്ലാസ് റൂമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ബൈ. ബോത്ത് ബഡിയ റൂം. പിന്നെ ഇതൊക്കെയാണ് സെറ്റപ്പ്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ബാത്റൂം അടിപൊളിയായിരിക്കും ഗൈസ്. കണ്ടാലേ നമുക്ക് ബാത്റൂം മേടിച്ചത്. അതൊക്കെ നോക്കി. അപ്പോൾ ഗൈസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് റൂമിൻ്റെ വിശേഷം. ഇനി അടുത്തത് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. ഒരു ബൈക്കും പാടെ റെൻറ്റിന് എടുക്കണം. ഇവിടുന്ന് നാളെ ഒരു 140 കിലോമീറ്റർ പോയി പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോഴത്തേക്കും തൽക്കാലം ഇന്നത്തെ ഇതെടുക്കാം അല്ലേ, നാളത്തേക്കുള്ളത് നാളത്തെ പറയാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ അടുത്ത ബൈക്ക് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് നെക്സ്റ്റ് അപ്ഡേറ്റ്. ധൂമ്പ ജാല് ലെഫ്റ്റ് ധൂമ്പ ജാല് രാജസ്ഥാൻ. ഇത് വേറെ വഴി കൂടെ. പക്ഷേ നോക്കട്ടെ. വേണ്ട പോട്ടെ. ഇത് തന്നെയാ. റീച്ച്ഡ് അറ്റ് റെൻ്റൽ ഷോപ്പ്. ഓക്കെ, ഇനി ഇതേപാടെ തന്നെ ഒരു എക്സ്പൾസും കൂടെ എടുക്കാനാണ്. കിട്ടിയാൽ അത്രയും നല്ലത്. കിട്ടിയില്ലെങ്കിൽ ബാഡാവും ഗൈസ്. കിട്ടിയില്ലെങ്കിൽ 2 വണ്ടി ഒരേപോലെയൊക്കെ വേണം ഒരു ടൂറൊക്കെ തന്നെ. എല്ലാം എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഡു കം വിസിറ്റ് ദിസ് ലൊക്കേഷൻ. ഇത് നിങ്ങൾക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ജയ്പൂർ വന്നിട്ട് ഇതിൻ്റെ എന്താ ഫ്രീഡോ അങ്ങനെയാണ് സംഭവം. അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ ഞാൻ തരാം. എന്നാലും ഇവിടുത്തെ നിലപാട് എന്താണെന്ന് നോക്കട്ടെ ആദ്യം. ടൈമൊന്നുമില്ല, വ്യാഴാഴ്ചನೇ ഉള്ളൂ. വ്യാഴാഴ്ച വൈകുന്നേരം ആകുമ്പോൾ കൊണ്ട് വണ്ടി വെക്കാം. ഇതാണ് ഫ്രീഡോ ടു മൂവ് ബെസ്റ്റ് 2 വീലേഴ്സ് ഓൺ റെൻറ്റ്. ഹീറോ കാർ തന്നെയാണെന്ന് എനിക്കൊരു ഡൗട്ട്. എല്ലാം ഹീറോ വണ്ടി തന്നെയാണല്ലോ. അല്ലല്ലോ, ഈ NS ഹീറോയുടെ അല്ലല്ലോ, ബജാജിൻ്റെ. എന്നൊക്കെ പറയാം, ഭൂരിപക്ഷം ഹീറോയാണ് ഗൈസ്. വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെന്നൊരു ജ്യൂസൊക്കെ വാങ്ങിച്ച് ഞാനൊന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കുറച്ച് അബാൻഡൻഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ പിന്നെ അത് കയറി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ വന്ന ചങ്ങായി വേറൊരു ആവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടി എടുക്കുന്ന സ്ഥലത്ത് പോസ്റ്റ് നിൽക്കുകയാണ്. സോ ഇതാണ് ആ അബാൻഡൻഡ് പ്ലേസിൻ്റെ ഒരു എൻട്രി വരുന്നത്. ഇവിടെ ചെറിയൊരു ഗേറ്റിൻ്റെ വിടർവൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് പോയി നോക്കാം. ജ്യൂസ് എടുത്തേക്കാം. നോക്കാം എന്താ പാടുന്നു. ഒന്നുമില്ല.
പുള്ളിനെ പിടിച്ചോണ്ട് പോയാലോ ഗൈസ്. ചെറിയ അണ്ണാൻ കിടന്ന കാര്യം വെച്ച് കേൾക്കുന്നുണ്ട്. അതാണ് കുട്ടി തന്നെ ഇതിനെയൊക്കെ പിടിച്ചാൽ വളർത്താൻ പറ്റും, വളർത്താൻ കൊള്ളാവുന്ന സൈസാണ്. ഒന്നുമില്ല, എന്തോ വലിയ പൊട്ടക്കണ്ടാന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്താണെന്ന് നോക്കാം. ഇതിനകത്തെന്തോ ഒരു ഹിഡൻ കേവാണ് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? കുറേ സ്പോട്ട് കാണുന്നില്ല. വെള്ളം അടിക്കാൻ പറ്റിയ സ്പോട്ടാണ് ഉണ്ടല്ലേ. മരത്തടിയൊക്കെ ഇട്ട് ഓൾറെഡി സെറ്റാക്കി വെച്ചേക്കുക. അപ്പം ഞങ്ങൾ എവിടെ ഒഴിവായ ഒരു സ്ഥലം കണ്ടാലും അവിടെ കയറി എക്സ്പ്ലോർ ചെയ്യും. ചിലപ്പോൾ ഇത് വരത്തില്ലായിരിക്കും കേട്ടോ. അതൊക്കെ വായത്താളം പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഒരു ഗോപ്രോ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്? ഏതായാലും എടുത്ത് ആ ഓട്ടോയിൽ പോകുന്ന കസ്റ്റമറെ കണ്ട അവരുതായി ബൈക്കിൻ്റെ എന്തോ ലാസ്റ്റ് ഒരു അടി അടിച്ചിട്ട് പോയി. ബൈക്കിൻ്റെ എന്തോ ആ ഇൻഡിക്കേറ്റർ പൊട്ടിച്ച് ഗായ്സ്. അമ്പോ എന്തായാലും കിട്ടാനുള്ള പണി അതിൽ നിന്ന് കിട്ടിയേക്കണേ അവർക്ക്. നമുക്കിത് പറഞ്ഞു നോക്കണം. നല്ല കുട്ടിയായി ചമയണോ എന്തിന് അല്ലേ? നമ്മുടെ വണ്ടി കൊണ്ടിടുമ്പോൾ നമ്മൾ 2 ഇടി കൊടുക്കാവും. ഇതാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വണ്ടി. എക്സ്പൾസ് ഇനിയും വരാൻ ലാഗാവും തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ വണ്ടി തന്നെ ഫിക്സ് ചെയ്യാമെന്ന്. ഹീറോ 160 എക്സ്ട്രീമാണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല, എൻ്റെ ഉള്ള എഫ്സെഡ് പോലെ തന്നെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു. ടാങ്കൊക്കെ കണ്ടിട്ട് ഭയങ്കര വലുതാണ്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ बना लूंगा भाई, गाड़ी तब रिटर्न लाके भाई उतना फेमस तो नहीं है, कल ही लिया मैंने। कोई बात नहीं यार, फिर भी बना लेते। ठीक है वहाँ जाओगे ना आमेर फोर्ट, नारगढ़ फोर्ट, वहाँ से देखना बढ़िया बनता है। ठीक है, मैं अपलोड कर दूंगा, उसका रिव्यू तो ज़रूर बनाना ही पड़ता है हमको ഗൈസ്. സോ നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ് 160. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ ഇനി ബാക്ക് ടു റൂം. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് പോസ്റ്റ് ചെയ്യാം. അയ്യോ വാട്സ്ആപ്പ് യൂട്യൂബ് ഇതൊക്കെ നമ്മൾ റൂമിൽ കയറി എന്താ ഡ്രോണൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. വണ്ടിയൊക്കെ പോയി കൊണ്ടുവന്നു. അതൊക്കെ അപ്ഡേറ്റ്സ് പുറത്തിറങ്ങുമ്പോൾ കാണിക്കാം. ഇതാണ് ഇന്നലെ പറത്തി ഇതിലില്ലാന്ന് തോന്നുന്നു ഇതിൻ്റെ ഷോർട്സ് ഒന്നും കേട്ടോ. ആ ഫോണിലോ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനെ കാണിക്കാനുള്ള സമയം വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ഇന്ന് പൊക്കി അത് ഫോണൊക്കെ കണ്ടാക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ അതിൻ്റെ സെറ്റപ്പൊക്കെ വരുന്നത്. ഇത് നെക്സ്റ്റ് ഷോട്ട്സ് നമുക്ക് പുറത്ത് പോയിട്ട് കാണാം. ഓക്കെ, അല്ല ഇത് പൊങ്ങട്ടെ. ഇത് പൊങ്ങുന്നത് തന്നെ കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ ഒരു ടൈമറൊക്കെ ഉണ്ട്. 5 4 3 2. ഇത് മെഗാട്രോണിൻ്റെ എന്തോ ഒരു മിസൈല് പോലെ. റിമോട്ട് കൺട്രോളിന് ഇല്ലാന്നോ? ഇല്ല, മുഖമൊന്നുമില്ല, എല്ലാം ബ്ലറാക്കാം നമുക്ക് ഗൈസ്. പിന്നെ ഈ ഗോപ്രോയുടെ ഒരു വിഷയമുണ്ട് ഗൈസ്. 1 മണിക്കൂർ അതിന് ചാർജ് നിൽക്കത്തില്ല കേട്ടോ. ഈ എങ്ങനെയൊക്കെ ചാർജ് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ അങ്ങനെ കടക്കാരൻ തന്നപ്പോൾ പറയാം പവർ ബാങ്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഇതാ ഇതിപ്പോൾ പറയാൻ നിൽക്കണേ. പറയാത്ത എന്നാലും ഇതിനൊരു എൻട്രിക്ക് ഒരു മാസമില്ല കേട്ടോ ഗൈസ്. മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അതെങ്ങനെ ഫിറ്റ് ചെയ്യണ്ടെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഓഡിയോ ഇല്ല. കൊണ്ടുപോവാ വീട്ടിൽ കാണിച്ച് ഞാനൊന്ന് പുറത്ത് പോട്ടെ, എന്നിട്ട് മതി പുറത്തെ ഷോട്ട് ആക്കുന്ന പോലെ. അടിപൊളിയായിട്ടുണ്ട്, വാവ് ആയിട്ടുണ്ട്. വാവ്
ഓ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? പക്ഷെ ഇതിങ്ങനെ കളിപ്പാട്ടം പോലെ വാങ്ങിച്ചൊരു സാധനമാണ് ശരിക്കും. വീഡിയോ എടുക്കാൻ വേണ്ടി വാങ്ങിച്ചൊന്നല്ലേ ഇത്. പുറത്ത് കളിക്കുന്ന നോക്കാം. നമുക്കിങ്ങനെ ആഗ്രഹമില്ല ഗൈസ്, കളിപ്പാട്ടം പോലത്തെ ഒരു സാധനം മതി. നോക്കാം, അടിപൊളിയായിട്ടുണ്ട്. ഇതല്ലോ ഞങ്ങളുടെ റൂം അവിടുന്ന് മാറിയതാണ്. തുണിയൊക്കെ കഴുകി അതൊക്കെ ഉണങ്ങാനായിട്ട് ഇട്ടേക്കാണ്. ഇവിടെ ആണെങ്കിൽ നല്ല ചൂടും, കാരണം AC-യുടെ ഈ കാറ്റ് മൊത്തം ഇവിടെയാണ് എക്സോസ്റ്റ് ഉള്ളത്. അപ്പോൾ ഹോട്ട് ബോക്സ് പോലെ ഇവിടെ ഇരിക്കുന്നത്. ബാൽക്കണിയാണ് ഞങ്ങളുടെ. അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ മുട്ട ഇരിക്കാം. അത് ക്യാമറ നോക്കാം, കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. പ്ലാവൊക്കെ എൻ്റെ ഇടയ്ക്ക് പോകുന്നു. ഏത് ചൂടെന്നറിയോ, പുറത്തോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. നാട്ടിലൊക്കെ പെരുമറ, ഡൽഹിയിലൊക്കെ റെഡ് അലേർട്ടാന്നൊക്കെ പറയുന്നുണ്ട്. സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരിക്കുക. പിന്നെ ഞങ്ങൾ റൂമിലൊക്കെ സെറ്റപ്പ് കാണിച്ചായിരുന്നല്ലേ അല്ലേ, അടുക്കളയിൽ വേണ്ടിയില്ലേ. കാപ്പി ഉണ്ടാകാം, ഇതൊക്കെ എടുത്ത് പോക്കറ്റ് ഇടാതെ പോകാനായിട്ട് ആവശ്യം വരുന്നത് വഴിയെ. കഴിച്ചുകൊണ്ടിയാണോ തീർക്കും ഇപ്പോൾ. കൊണ്ടോ നോക്കട്ടെ, മതി. ഷോ എന്ന് പറഞ്ഞ A ക്ലാസ് ഷോ. ഡ്രോണിലൊക്കെ നമുക്ക് ലെറ്റർ തൂക്കാൻ പറ്റുന്നൊക്കെ ആയിരുന്നെങ്കിൽ 3 kg 5 kg തൂക്കാൻ പറ്റുന്നതൊക്കെ ഡ്രോൺ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇതിൽ ലെറ്റർ ഇട്ട് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാറുണ്ടല്ലേ. വരുന്നുണ്ട്. അതാ ഇവിടെ. ഓ തിരിയുന്നുണ്ട്. എന്തിരാ കാണാവോ ഗൈസ്? കൈ പിടിക്കട്ടെ. എന്നിട്ട് ഒന്നും കൂടെ ലിഫ്റ്റ് ഓഫ് കൈ പിടിച്ചിട്ട് റൂമിനകത്ത് ഇവിടെ സീനായിക്കണ ഗൈസ്. ഇതാണ് സാധനം, കണ്ടില്ലേ? പൊക്കിക്കോ കൊണ്ടുവന്നാ മതിയോ? അത്ര സീനുള്ളു. കൊണ്ടോ ഊബി പൊക്കിക്കാൻ പോയി. പൊങ്ങുന്നുണ്ടോ? പൊക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്നും പറ്റിയിട്ടില്ല. നോക്കട്ടെ. ബാക്കി പിന്നെ കാണാം. ഔട്ട്ഫിറ്റ് ചെക്ക്. Day 2 in രാജസ്ഥാൻ ഗൈസ്. ഞങ്ങളിപ്പോൾ ഒരു MRP നോക്കി പോവാണ്. അടുത്ത ലിക്കർ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ലിക്കർ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇത് പബ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഏതെങ്കിലും ഒന്നുണ്ടാവും. എന്തായാലും നാളെ പോയിട്ട് ഫ്ലോർ നമുക്ക് ചവിട്ടി പൊളിക്കാനുള്ള. സോ ഇന്ന് നമ്മൾ പബ്ബ് മാക്സിമം പറ്റുന്നത്ര റിജക്റ്റ് ചെയ്യും. എനിവേസ് ഔട്ട്ഫിറ്റ് ചെക്ക് എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? ഷൂ ഫ്രം എന്താണ് ഇത്, ഏതാണ് ബ്രാൻഡ്? 7 എന്താണ് 21 ഫ്രം ഏതാണ്? അജിയോ. അത് തന്നെ. പിന്നെ പാൻറ് കൂട്ടാറാണ്, അടിച്ചു മാറ്റിയാണ്. ഷർട്ട് സോളിഡാണ്. വാച്ച് അടിച്ചു മാറ്റിയാണ്. ഇടുക്കി വേക്കാം അമ്മയുടെ പൈസയ്ക്ക് 250 രൂപ. ഓക്കെ, പിന്നെ ഞാൻ ഈ സാക്ഷാൽ ഞാൻ. ഓക്കെ, സോ അപ്ഡേറ്റ് കമ്മിങ് സൂൺ ഗൈസ്. മൈക്ക് ഇല്ലാതെ ഗോപ്രോ കൊണ്ട് മാത്രമുള്ളൊരു ഓഡിയാണ്. ഇത് ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് ഇതാണ് നമുക്ക് പോകേണ്ട ലൊക്കേഷൻ. ലിക്കർ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. മൈക്കുണ്ട് ഗൈസ്, ഇതിനൊപ്പം കാണിച്ചു, പക്ഷേ കട്ട് ചെയ്യാൻ അറിയാത്തണ്ടാവും കേട്ടോ. അതുകൊണ്ട് മൈക്ക് നമ്മൾ റെഡിയാക്കണം. സാധനം വാങ്ങാൻ
പക്ഷേ ഇപ്പോൾ ദാ ബേപ്പൂരിൽ 21:07 എന്ന് പറയുമ്പോൾ 9-7 മണി ആയിക്കണു. വൈൻ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആണ്. ഓക്കെ, സോ മൂവിങ് ബാക്ക് ടു സിറ്റി. വന്ന പരിപാടി നോക്കാം, എന്തെങ്കിലുമൊക്കെ ക്ലബ്ബോ പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ നോക്കാം. ഓക്കെ.